അതെയോ? അപ്പോ നമ്മുടെ ക്ലിനിക്ക് യാഥാർത്ഥ്യമാവുന്നു അല്ലേ സർ? നന്നായി വരട്ടെ സർ. അടുത്ത കുത്തിത്തിരിപ്പിനുള്ള കളം വരയ്ക്കുക. അവക്ക് വഴക്കുണ്ടാക്കാൻ തോട്ടിയും കെട്ടി ഇങ്ങനെ നിക്കണം. ഞാൻ വിളിക്കാം സർ. അയ്യോ, ഞാൻ വന്നതുകൊണ്ട് നീ ഗൂഢാലോചന നിർത്തണ്ട. എന്നാ അമ്മേ, ഇന്നത്തെ അംഗത്തിന് ഉറുമിയും ചുഴറ്റി ഇറങ്ങിയതാണോ? ഇവള് ഡോക്ടർ നിരഞ്ജനുമായിട്ടേ എന്തോ കലാപ ഗൂഢാലോചന. കലാപം നിന്റെ മരുമോൾക്കേ ഒരു കലാപരിപാടിയാണല്ലോ. അച്ഛാ, ജയശങ്കർ സാറിന്റെ ക്ലിനിക്ക് തുടങ്ങും അച്ഛാ. അത് പറയാനായിട്ട് വിളിച്ചതാ. ഓ, ദേവികയ്ക്ക് ജോലിയായല്ലോ. ജ്വാലിയെ ആരും കളയാതിരുന്നാ മതി. എന്തായാലും സുതിമോൻ ബലിക്കാക്കയായി 2 വർഷം തികഞ്ഞപ്പോ തന്നെ ദേവിക ഒരു കരപറ്റി. എന്ത് കരപറ്റിയെന്ന് അമ്മയെ പറയുന്നേ? നടുക്കടലിൽ തുഴയും തോണിക്കാരനും ഇല്ലാതെ പോയ ഒരു ഓട്ടവഞ്ചി. വെള്ളം കുടിച്ചും ശ്വാസം മുട്ടിയും കിതച്ചും പതച്ചും ദേവിക മോള് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത്ര തന്നെ. അപ്പോ ഞാനും അമ്മയൊക്കെ കുടുംബദ്രോഹികളാണല്ലോ. ആ, ചില സമയത്തെ നീ കുലംകുത്തിയാന്ന് തോന്നാറുണ്ട്. അത് സാരമില്ല. പിന്നെ മനോഹരേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ, ഒഴിഞ്ഞാലും ഈ ഓർമ്മ ദിവസമെങ്കിലും സുതിമോന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നുണ്ടോ? ഇല്ലമ്മേ, അതിന്റെ സമയം ആവുന്നതേ ഉള്ളൂ. എന്തോന്നാ സമയത്തിന് പ്രശ്നം? സുധേട്ടന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം കണ്ടെത്തണം. യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് അറിയണം. വന്ന് പുതിയ കോള്. അതെ മരുമോളെ, പുതിയ CID പണി തുടങ്ങി കേട്ടോ. എന്നാ ഞാൻ പറഞ്ഞുതരാം. സുധിയുടെ മരണത്തിന്റെ കാരണം ഡോക്ടർ നിരഞ്ജന്റെ കൈപ്പിഴയാ. അങ്ങനല്ല മുത്തശ്ശി, അങ്ങനെയൊന്നും പറയരുത്. ഒരു ലോറി മാത്രമല്ല വില്ലൻ, പിന്നെ ഒരു കാർ യാത്രക്കാരുണ്ട്. അവരെ എനിക്ക് കണ്ടെത്തണം. ഞാൻ കണ്ടെത്തും. അത് മാത്രമല്ലമ്മേ, നമ്മുടെ നിത്യമോക്കൊന്ന് സുഖമായിക്കോട്ടെ. അവൾ എണീറ്റൊന്ന് നടക്കട്ടെ. സുതിമോന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്ന ചടങ്ങിൽ നിത്യമോളും വേണം. അത് മതി, അങ്ങനെ തന്നെ മതി. നീ വാ പാർവതി, ചുമ്മാ ഓരോ പുതിയ. ആ സ്വാമി, ഞാനിവിടെ തന്നെ ഉണ്ട്. രമേശന് അവൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇല്ലില്ല, അസുഖമൊന്നുമല്ല, എന്തോ ചെറിയ പനി പോലെ. ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. സ്വാമിയോടൊന്ന് വണ്ടി എടുത്തോളൂല്ലോ അല്ലേ? ആ ശരി, വേഗം വാ. അങ്ങനെ ആശുപത്രിക്ക് സമയം കുറിച്ചു. ജയശങ്കർ ജീവിതത്തിൽ വീണ്ടും ജയിച്ചു തുടങ്ങി. ആ സ്വാമി എങ്ങനെ വന്നു ഇത്രയും വേഗം? ഒരു ബൈക്ക് വന്നു, കൈ കാണിച്ചു, ലിഫ്റ്റ് ചോദിച്ചു. അതുകൊണ്ട് ഓട്ടോ കാശ് ലാഭം. ആ, ബൈക്കിലൊന്നും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് സ്വാമി റിസ്ക്കാണ്. സ്വാമിയുടെ തലയാണ് എനിക്ക് മുഖ്യം. തല മുഖ്യം ബിഗിലേ. ആ, ആശുപത്രിക്ക് വിളക്ക് കൊളുത്താൻ മുഹൂർത്തം കുറിച്ച് കിട്ടിയല്ലേ? കിട്ടി സർ, നല്ല 1-ാം തരം മുഹൂർത്തം. 10:30 മാറ്റ് 10-ാം ഉദയം. അതെന്താ 10-ാം ഉദയത്തിനൊരു പ്രത്യേകത? സാറിനത് അറിയത്തില്ല. 10-ാം ഉദയത്തിന് മേടം 10 എന്നൊരു പര്യായം കൂടിയുണ്ട്. സൂര്യ തേജസ് ഏറ്റവും ശക്തിയിൽ പ്രഭ ചൊരിയുന്ന ദിവസം. അന്ന് വേണം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ. അത് കൊള്ളാം. തങ്കച്ചി വരില്ലേ? പിന്നെ വരാതെ. പട്ടേരി വിളിച്ചിരുന്നു. രാവിലത്തെ എമിറേറ്റ്സിൽ തങ്കച്ചി ലാൻഡ് ചെയ്യും. മാരിയറ്റിലാണ് സ്റ്റേ. അവിടുന്ന് നേരെ നമ്മുടെ ആശുപത്രിയിലേക്ക് വിളക്ക് തെളിയിക്കുക. അപ്പോ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന ദിവസം തന്നെ തങ്കച്ചിയുടെ കാലുകുത്തും. അതെ, നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും വെളിച്ചം പകരാൻ. പിന്നെ സാറേ, 3 ഒമിനി വാനുകളുടെ കാര്യം പട്ടേരി ഉറപ്പ് തന്നിട്ടുണ്ട്. ഒരു ട്രോമ കെയർ ആംബുലൻസിന്റെ കാര്യം മിക്കവാറും നടന്നേക്കും. അതെങ്ങനെ? നമ്മുടെ ആശുപത്രിക്ക് തങ്കച്ചീന്റെ വക സമ്മാനം, നിർധനരായ രോഗികൾക്ക് വേണ്ടി. അല്ല സാറേ, ആശുപത്രി ബ്ലോക്കിന് തങ്കച്ചീന്റെ ഭർത്താവിന്റെ പേര് ഇടുകയില്ലെന്നൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ.
അപ്പൊ ഭർത്താവിന്റെ സ്മരണയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം, ഒരു ട്രോമ കെയർ ആംബുലൻസ് അങ്ങനെ കരുതിയാ മതി. ഒരു നല്ല സ്ത്രീയല്ല സ്വാമി അവര്. പഴയതൊന്നും മറക്കാത്തൊരാൾ അങ്ങനെ കരുതിയാ മതി. എന്ന് വെച്ചാ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ, അവരുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച ആളോടുള്ള കടപ്പാട്. എന്റെ അക്ഷര, ഈ ആവേശം ഒരുക്കമൊക്കെ കണ്ടാ തോന്നും നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്നും. നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നമ്മൾ തുടങ്ങുന്നത് ഒരു ചെറിയ ക്ലിനിക് ആണെങ്കിലും അവിടുത്തെ മെയിൻ ഡോക്ടർ ആരാ? ഈ നിൽക്കുന്ന എന്റെ ഭർത്താവായ ഡോക്ടർ നിരഞ്ജൻ അല്ലേ? അപ്പൊ പിന്നെ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് മാറാൻ അധിക കാലമൊന്നും എടുക്കില്ല. ഓ, സമ്മതിച്ചേ. എന്നാലും ഇപ്പൊ ഒരു ചെറിയ ബിൽഡിംഗ് എടുത്ത് OP മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ ക്ലിനിക്ക് തുടങ്ങുന്നതിന് വലിയ ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. അതൊന്നും പറ്റില്ല. ക്ലിനിക്ക് ചെറുതായാലും വലുതായാലും അവിടെ ഇരിക്കുന്നത് നിങ്ങളല്ലേ. അപ്പോ നിങ്ങളുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണ്ടേ? അല്ലെങ്കിൽ എന്റെ ഡാഡിയുടെ മുമ്പില് നമ്മൾ ചെറുതായി പോവും. ആ, അപ്പൊ അതാണ് കാര്യം. ശരി, വേഗം ഇറങ്ങാം. നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഡിസൈൻ കാണിച്ചു തരാൻ പരുന്തുരുട്ടും ചർച്ച റോഡിൽ വെയിറ്റ് ചെയ്യും. വാ. നിക്ക്. അല്ല, രണ്ടുപേരും കൂടി ഇതെങ്ങോട്ടാ യാത്ര? കാശിക്ക്. എന്റെ അപ്പച്ചി വരുന്നുണ്ടോ? അയ്യോ, ഞാനില്ലേ. നിന്റെ താടിയും വിശ്വസ്തനും കൂടെ കുറച്ചു മുമ്പ് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. പറ്റുമെങ്കിൽ വഴി അയാളെ കൂടി പിടിച്ചോണ്ട് പോകും. അതെ, കാശി പോയിന്ന് മുങ്ങിയാലേ ചെയ്ത പാപങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം കിട്ടും. എന്റെ അപ്പച്ചി, ഇങ്ങനെ വഴക്കിന് നിൽക്കാതെ ഞങ്ങളൊരു നല്ല കാര്യത്തിന് പോവാ. അപ്പൊ അത് പറ. അപ്പൊ ഈ പോക്ക് എനിക്ക് എന്റെ മോനും എതിരെ പണിയൊരുക്കാനാ. നിങ്ങളൊന്ന് വന്നേ, നമുക്ക് പോവാം. നടക്ക്. ആദ്യം അപ്പം പോയി, പിന്നാലെ മോളും വരുമോനും. എന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള എന്തോ ഗൂഢാലോചനയാ. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. നല്ല ഭംഗിയുള്ള സ്ട്രക്ചർ അല്ലേ? എന്താണ് സാർ ഉദ്ദേശിച്ചത്? ഞാൻ ആശുപത്രി കെട്ടിടത്തിന്റെ ഡിസൈനിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓ, ഇനി ക്യാപിറ്റൽ മണി കണ്ടെത്തണം. ആ പരുന്ത് സത്യൻ ഇപ്പൊ വരും. എന്തിന്? നിന്നോട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞൊക്കെ മറന്നോ? ഉദ്ദൂസേ, ആ കെട്ടിടം പോയി കാണണ്ടേ? ഓ, അന്ന് കണ്ടതോ പോയി. ബോട്ടിന്റെ കാര്യത്തിൽ നടപടിയായില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണ്ടേ? വെറുതെ 3D ഡിസൈൻ കണ്ട് സംതൃപ്തി അടഞ്ഞാ മതിയോ? ഓ, അത് ഞാനങ്ങ് വിട്ടുപോയി. അതെങ്ങനെ? നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ ഡാഡിയോടുള്ള വാശിയും സാമിയോടുള്ള ദേഷ്യമല്ലേ? അതുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇത് മാത്രമായ ഒരു ലോകവും മനസ്സിലുണ്ട്. വിശാലിന്റെ ശ്രുതിമോളെ കാണുന്ന കാര്യത്തിൽ നിന്റെ കടുംപിടുത്തം മാറില്ല? പ്ലീസ്, നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട. അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പോ അവനോട് ഇത്ര അലിവ്? അവനെ കൃത്യമായി മനസ്സിലാക്കിയില്ല ഇതുവരെ. നല്ല ഒന്നാന്തരം കുറുക്കനവൻ. അവനെ ചോര കൊടുത്ത് നിങ്ങൾ രക്ഷിച്ചത് പോലും എനിക്കിപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. അന്നേരോ അന്ന് ചത്താ മതിയായിരുന്നു ആ നാശം. വിശാലിന്റെ മരണം പൂർണ്ണ മനസ്സോടെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അക്ഷര? എപ്പോഴെങ്കിലും വിശാൽ ശ്രുതിമോളെ ഒന്ന് കണ്ടിട്ട്? വേണ്ട, എന്റെ കുഞ്ഞിനെ അവൻ ഓരോന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകറ്റും. അവള് വളർന്നു വരുന്ന പ്രായം. സാറേ, ആഹാ, പരുന്ത് പറന്നു വരുന്നുണ്ടല്ലോ. ഞങ്ങൾ ഓർത്തു ഞങ്ങൾ താമസിക്കുമെന്ന്. അതെന്താ? സെക്രട്ടറിയുടെ മുന്നിൽ മുട്ടൻ ലാത്തി ചാർജ്, കൂടെ ജലപീരങ്കി. സമയമുണ്ടെങ്കിൽ വിശാലമായിട്ടൊന്ന് കുളിക്കാമെന്ന് ഞാൻ എന്നോട് പറഞ്ഞതാ.
എന്നാ നമുക്ക് പോവാം. അക്ഷര വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വീട്ടിലേക്ക് ചെല്ലാം. അവിടുന്ന് നമ്മൾ രണ്ടും എപ്പോഴും മാറി നിൽക്കുന്നത് അത്ര നല്ലതല്ല. സ്വാമിയുടെ സാന്നിധ്യം ഇപ്പൊ അവിടെ കൂടുതലാ, അത് സൂക്ഷിക്കണം. എന്നാ കാർ നീ കൊണ്ടുവയ്ക്കും, ഞങ്ങളൊരു ടാക്സി വിളിച്ചു പോവാം. അത് വേണ്ട, നിങ്ങൾ കാറിൽ തന്നെ പോയാൽ മതി. ഞാനൊരു ടാക്സി വിളിച്ചു പോയിക്കോളാം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചോളാം. അത് മതിയെന്നേ. ചെല്ല്. ശരി, നിങ്ങൾ കയറി. ഹായ് ബേബി, എന്താ ഇവിടെ? എന്റെ പപ്പയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കാൻ വന്നതാണോ? ഞാൻ എന്തിനാ നിന്റെ പപ്പയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കുന്നത്? നിന്റെ അമ്മ മായാരഞ്ജനയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിക്കാൻ ഞാൻ വന്നിരുന്നല്ലോ. അപ്പോ പകരത്തിന് പകരം കുറച്ച് റെഡ് റോസുമായിട്ട് നീ വന്നതാണെന്ന് കരുതി. ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാ. എന്നെ ഫോളോ ചെയ്യുന്നത് അബദ്ധമാണെന്ന് നിനക്കറിയാലോ അല്ലേ? അറിയാം. നിന്നെ ഒന്ന് ഫോളോ ചെയ്ത് കുഴിയിൽ ചാടിയതാ ഞാൻ. അതിന്റെ മുറിവുകള് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവണം. അതിനുവേണ്ടി നിന്നോട് സംസാരിക്കണ്ട ഞാൻ വന്നേ. ശ്രുതിമോളെ കാണണമെന്ന് പറഞ്ഞ് നീ എന്തിനാ എന്റെ ഭർത്താവിനെ വിളിക്കുന്നേ? ശ്രുതിമോളും ഞാനും തമ്മിലുള്ള ചെറിയൊരു രക്തബന്ധം നിനക്കറിയില്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഒരു ബന്ധം നിനക്കും ശ്രുതിമോൾക്കും ഇടയിലില്ല. ശ്രുതിമോളെ നീ കാണാനും ശ്രമിക്കണ്ട. അക്ഷര, ഞാൻ നിന്നോട് വഴക്കിനില്ല. നിന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, തോൽപ്പിക്കുമെന്ന് ശപഥം എടുത്തിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് ശ്രുതിമോളെ കാണണമെന്ന് പറയുന്നത് ജനുവിന്. അതിൽ വേറെ ഒരു ഹിഡൻ അജണ്ടയും ഇല്ല. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഇത്തിരി മുൻപും ഈ കാര്യം ഞാൻ എന്റെ ഭർത്താവുമായി സംസാരിച്ചതാ. അങ്ങേർക്ക് നിന്നോട് എന്തോ ഒരു മനസ്സലിവുണ്ട്. ഒരു പാവം മനുഷ്യനാണല്ലോ അദ്ദേഹം. പക്ഷെ ഞാൻ അത്ര പാവമല്ല. അതുകൊണ്ട് തന്നെ നീ ശ്രുതിമോളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു തവണ ആട്ടിൻ തോലിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചെന്നായ നീ. പിന്നെ കുപ്പായി ഊരി മാറ്റി നീ ചെന്നായ തന്നെയാണെന്ന് തെളിയിക്കുകയും എന്നെ വേട്ടയാടുകയും ചെയ്തു. ഇപ്പൊ വീണ്ടും നീ ആട്ടിൻ തോൽ കുപ്പായം എടുത്തണിഞ്ഞ് പാവം നടിച്ച് എന്റെ മോളെ കാണാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് സത്യമാണ്. സത്യം. ജീവിതത്തിൽ കള്ളം മാത്രം പറഞ്ഞും ചെയ്തും ശീലിച്ച നിനക്ക് സത്യം എന്നുള്ള പദം പറയാനെങ്കിലും അർഹതയുണ്ടോ? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി സംസാരമില്ല. ഇതും പറഞ്ഞ് മേലിൽ എന്റെ ഭർത്താവിനെ വിളിക്കുകയും ചെയ്യരുത്. ഞങ്ങൾ ഇന്ന് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങാനുള്ള ശ്രമത്തിലാ. അതിനിടയിൽ നിന്റെ നിഴൽ പോലും വരരുത്. ഇപ്പോഴത്തെ എന്റെ സംസാരത്തില് ഒരു അപേക്ഷയുടെ സ്വരമുണ്ട്. ഇനിയും ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതായിരിക്കില്ല മറുപടി.
ഞാനും എന്റെ ഭർത്താവും മകളും ഞങ്ങളുടേതായ ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങി ജീവിച്ചോളാം. അവിടേക്ക് വിശാലിന് ഇനി എൻട്രി ഇല്ല. സൂക്ഷിച്ചു ചെയ്യണേ മോളെ. നുറുക്കി നുറുക്കി കൈ മുറിക്കല്ലേ. ഒന്ന് പോ ചേച്ചിമേ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ആ, എന്തായാലും ശരത്തിനെയും ചന്ദ്രമോളുടെ അച്ഛനെയും കൂട്ടിയിണക്കാനുള്ള നീക്കങ്ങളെ ഗംഭീരമായി. ചന്ദ്രമോളുടെ അച്ഛൻ മുന്നിട്ട് നിന്നാലേ ദേവിക പപ്പടം പോലെ പൊടി പൊടിയണല്ലോ. ബുൾഡോസറിന്റെ ആറ്റിറ്റ്യൂഡാ എന്റെ അച്ഛന്. ബുൾഡോഗിന്റെയോ? ബുൾഡോഗ് അല്ല, ബുൾഡോസർ. മുൻപിലുള്ള എന്ത് പ്രതിബന്ധവും അച്ഛൻ ഇടിച്ചു നിരത്തി കളയും. സ്വന്തം മകൾക്ക് വേണ്ടി ആവുമ്പോ വെട്ടി നിരത്തലിന്റെ ഇടിച്ചു നിരത്തലിന്റെ ഒക്കെ ശക്തി കൂടും. സ്വാഭാവികം. ചേച്ചിമേ, അച്ഛനാ. ആഹാ, പറഞ്ഞു തരുമ്പ് അച്ഛൻ വിളിച്ചു. അതാ ടെലിപ്പതി. ടെലിപ്പതിയോ? അതെന്തുവാ? ആ, അതൊന്നും ചേച്ചിയമ്മയ്ക്ക് മനസ്സിലാവില്ല. ഹോമിയോപ്പതി പോലെ ഒരു സംഭവമാണെന്നങ്ങ് കരുതിയാൽ മതി. ഹലോ അച്ഛാ. ആ മോളെ, നീ എവിടെ? ഞാനിവിടെ വീട്ടിലുണ്ട് അച്ഛാ. ചേച്ചിയമ്മയുടെ കൂടെ അടുക്കളയിലായിരുന്നു കറിക്ക് നിൽക്കാൻ. ആ, നീ എവിടെ? അടുക്കള പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അവര് ചെയ്തോളും. ഇതൊക്കെ ഒരു ക്യാൻവാസിംഗ് തന്ത്രമല്ലേ എന്റെ നടേശൻ തമ്പി. നീ അടി മേടിക്കരുത്. ആ പിന്നെ അവനിവിടെ വന്നിരുന്നു, ആ ശരത്ത്. അതെയോ? എന്ത് തോന്നിയ ആളെ കണ്ടിട്ട്? നല്ല ലക്ഷണമൊത്ത കുറുക്കൻ. അവൻ നമുക്ക് പ്രയോജനപ്പെടും. നമുക്ക് മുന്നിൽ നിർത്തി കളിപ്പിക്കാൻ ഒരാള്. കളത്തിൽ ഒരു കോഴി, അത് കഴിഞ്ഞാൽ നേർച്ചക്കോഴി. എല്ലാ അച്ഛന്റെ കയ്യില്. ആ, ഞാൻ വേറൊരു വേല കൂടി പറഞ്ഞു തരാനാ വിളിച്ചത്. അതിൽ വീഴും ദേവികയും സിദ്ധാർത്ഥനും. അച്ഛൻ പറയേ. ഇത് ഞാൻ ഏറ്റു. അച്ഛൻ പറഞ്ഞതുപോലെ ഈ വാരിക്കുഴിയില് ദേവിക വീഴും, ഉറപ്പ്. അതെന്താ പ്രേമേ, നിനക്ക് പുതിയൊരാഗ്രഹം? നിത്യയെ കാണണമെന്ന്? അച്ഛാ, നമ്മുടെ സിദ്ധുവിന് ഹൃദയം തന്ന ആളല്ലേ സുധി. ആ സുധിയുടെ പെങ്ങളെ കഴുത്തിന് താഴെ തളർന്ന് കിടക്കുമ്പോഴേ നമ്മളൊന്ന് ചെന്ന് കാണണ്ടേ അച്ഛാ? അതല്ലേ അതിന്റെ ഒരു ഇത്. ഏത്? അല്ല ചേട്ടച്ച, ഞാനാ ചേച്ചിയമ്മയോട് പറഞ്ഞത് നമ്മൾ പോയില്ലെങ്കിൽ മോശമാണെന്ന്. ഇവിടുന്ന് സിദ്ധുവേട്ടനല്ലാതെ വേറെ ആരും അങ്ങോട്ടോട്ട് പോയിട്ടില്ലല്ലോ. ചന്ദ്രമോള് പറഞ്ഞത് ശരിയാ. പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ നീ സമ്മതിക്കാത്തതാണല്ലോ പ്രേമേ. ഇതിപ്പോ എന്തു പറ്റി? അല്ല, അതിപ്പോ ചന്ദ്രമോള് പറഞ്ഞപ്പോ പോണ്ടാന്ന് തന്നെയാ ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ചിന്തിച്ചപ്പോഴേ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി, അതാ പോഹാന്ന് കരുതിയത്. എന്റെ പൊന്നു പ്രേമേ, നിന്റെ മനസ്സിലിരിപ്പ് കൃത്യമായിട്ടൊന്ന് പറയ്. നീ പോകുന്നത് ആശ്വസിപ്പിക്കാനാണോ അതോ ഉള്ള ആശ്വാസം കളയാനാണോ? എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ. ശരി, സിദ്ധു വരട്ടെ, ആലോചിച്ച് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. ഇതിപ്പോ സിദ്ധുനോട് ആലോചിക്കുന്ന എന്തിനാ? അവനാരാ ഈ കുടുംബത്തിലെ ഹൈക്കമാൻഡോ? എന്തായാലും ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട്. അതിന് അച്ഛന്റെ അനുവാദം മാത്രം മതി. ശരി, പക്ഷേ നിങ്ങളുടെ ഈ യാത്ര കൊണ്ട് ആർക്കെങ്കിലും നൊന്തു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ എന്റെ പൊന്നച്ഛ, അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ പോകുന്നു, ആ കൊച്ചിനെ ഒന്ന് കാണുന്നു, എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുന്നു, ഉടനെ തിരിച്ചു വരുന്നു. അത്രേ ഉള്ളൂ. ശത്രുക്കളായിട്ട് നിൽക്കുന്നതിനെക്കാട് നല്ലതേ മയത്തിൽ കുരുക്കഴിച്ച് മാറ്റുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. അല്ലാതെ
അല്ലാതെ പ്രേമയ്ക്ക് വേറൊരു ഹിഡൻ അജണ്ടയൊന്നും ഇല്ല. ശരി. വാ പോവാ. എന്തായാലും ഈ ഐഡിയ കലക്കി. ചന്ദ്രയുടെ അച്ഛൻ നടേശൻ സാറിനെ കാഞ്ഞ ബുദ്ധിയാ. ബുദ്ധിരാക്ഷസൻ അച്ഛൻ, ബുദ്ധിരാക്ഷസൻ. എന്തായാലും കൃത്യസമയത്താ ചന്ദ്രയുടെ അച്ഛൻ ഇവിടെ വന്ന് ഓഫീസ് തുറക്കാൻ തോന്നിയത്. ഭഗവതിയായിട്ട് വരുത്തിയതാ ചന്ദ്രയുടെ അച്ഛനെ. ആ ദേവികയുണ്ടല്ലോ, അവളെ ഞാൻ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തും. എങ്കിൽ പച്ചക്കറി നുറുക്കുന്നത് പോലെ ഞാൻ അവരെ നുറുക്കും. മിടുക്കി, അങ്ങനെ തന്നെ വേണം. പക്ഷേ നമ്മൾ നിത്യ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ അച്ഛനും ചേട്ടച്ചനും എന്തോ ഒരു സംശയം പോലെ. സംശയിച്ചോട്ടെ, അത് അവരുടെ അവകാശമല്ലേ. എന്തായാലും നമ്മൾ പോകുന്ന കാര്യത്തിൽ തീരുമാനമായല്ലോ, പിന്നെന്താ. അല്ല, സിദ്ധോട്ടം വല്ല ഇടങ്കോലും ഇടുമെന്നാ എന്റെ പേടി. എന്ത് ഇടങ്കോലിടാനാ? നമ്മുടെ പദ്ധതി എന്താണെന്ന് അവനറിയത്തില്ലല്ലോ. എന്നാലും ഒരെന്നാലും ഇല്ല. എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി കിട്ടത്തില്ല. ഇതാ അവസരം, ഇത് തന്നെ അവസരം.